നമ്മളെ ഇല്ലാതാക്കാൻ കഴിയില്ല. എന്ത് ക്വസ്റ്റ്യൻ ശരിക്കും ടീച്ചർമാരെ പണി വന്നാൽ പോവോ? എന്തായാലും മാറുന്നത്. ഇപ്പൊ ഡ്രഗ്സ് ഒക്കെ പോലെ നമുക്ക് വേണേ യൂസ് ചെയ്യാൻ വേണ്ട യൂസ് ചെയ്യേണ്ട എന്നുള്ള ഓപ്ഷൻസ് ഒന്നുള്ള സാധനം നല്ലല്ലോ. കുറെ പഠിപ്പിച്ചാണല്ലോ. ഉണ്ടാകുന്നതും ഉണ്ടാക്കപ്പെടുന്നതും ഒക്കെ അങ്ങനെ ആ രീതിയിലാണ്. കഴിയില്ല. എങ്ങനെ മനുഷ്യന്മാർക്ക് കഴിയുന്നു? എനിക്ക് മനുഷ്യകൊല്ലം മൊത്തം അങ്ങോട്ട് ഇല്ലാതായിട്ട് മാത്രമാകുന്ന ഒരു അവസ്ഥയൊന്നും വരില്ല. ശരിക്കും AI വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ പണി പോകുമോ എന്നുള്ളതായിരുന്നു കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരുന്നൊരു ക്വസ്റ്റ്യന്. ശരിക്കും ടീച്ചർമാരുടെ പണി വന്നാൽ പോവോ ഒരു ചോദ്യമാണ്. ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അതിനപ്പുറത്ത് ഇപ്പോൾ ഈ MIT ഒക്കെ ഒരു സ്റ്റഡീസും കൂടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടീച്ചേഴ്സ് മാത്രമല്ല എല്ലാവരും പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ MIT സ്റ്റഡീനകത്തൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ക്രിയേറ്റിവിറ്റീനെ ബാധിക്കുന്നു, മെമ്മറീനെ ബാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയൊരു കൺസേൺ ആയിട്ട് ഒരുപാട് ഡിസ്കഷൻസ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം കുട്ടികൾക്കിടയിലുള്ള കാര്യങ്ങളിലായാലും ഇതൊക്കെ മാറ്റങ്ങളാണ്. ശരിക്കും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് എന്തായാലും മാറുന്നത്. ഇപ്പോൾ ഡ്രഗ്സ് ഒക്കെ പോലെ നമുക്ക് വേണേ യൂസ് ചെയ്യാൻ വേണ്ട യൂസ് ചെയ്യേണ്ട എന്നുള്ള ഓപ്ഷൻസ് ഒന്നുള്ള സാധനം നല്ലല്ലോ ഇത്. എന്തായാലും ശരിക്കും നിലനിൽക്കുന്ന ഈ ഒരു കൺഫ്യൂഷൻസ്, പേടികൾ, ആൻസൈറ്റിക്കൊക്കെ റെലവൻസ് ഇല്ലേ എന്നിങ്ങനെ തോന്നുകയാണ്. ഇതിൽ ഒരുപാട് പേടികളാ, നമുക്ക് പേടികളെ തന്നെ തരംതിരിക്കാൻ പറ്റും AI കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി AI നമ്മളിപ്പോൾ പറഞ്ഞ പോലെ MIT ഒക്കെ സ്റ്റഡി വന്നപ്പോൾ നമ്മുടെ ഒരു കപ്പാസിറ്റീസിനെ, മെൻ്റൽ കപ്പാസിറ്റീസിനെയൊക്കെ അത് ബാധിക്കുക എന്നുള്ളൊരു പേടി. അടുത്തൊരു ടീമിൻ്റെ പേടി ഞങ്ങളൊക്കെ പണി AI ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ പറഞ്ഞാൽ ഇതൊരു ഇന്നവിറ്റബിൾ സാധനമാണ്. അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്കത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതിൽ ഈ പേടിയുണ്ടല്ലോ. ഇപ്പോൾ MIT പറയണത് കോഗ്നിറ്റീവ് കപ്പാസിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റ് അത് ബാധിക്കുന്നുണ്ടാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒറ്റ സ്റ്റഡി മാത്രം. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ റിസർച്ചസ് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന റിസർച്ച് ഉണ്ട്, അതിനെ കോൺട്രാഡിക്ട് ചെയ്യുന്ന റിസർച്ച് ഉണ്ടാവും. ഇതിലേതാണ് എനിക്ക് താല്പര്യം എന്നുള്ളതനുസരിച്ചാണ് ഈ എടുത്തു വരുന്ന ന്യൂസിലേക്കൊക്കെ വരണേ. എന്താണ് ഡിസ്കഷൻ ആക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ടാണ് സ്റ്റഡീസ് വരണേ. MIT ചെയ്തത് കൊണ്ട് വേറെ ഏതോ നാട്ടിലേതോ ഒരു യൂണിവേഴ്സിറ്റി ചെയ്തൊരു സ്റ്റഡി ഇല്ലാതാവുന്നില്ല. MIT ആയതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുണ്ടാവും. കോഗ്നിറ്റീവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യന്മാർ അതിനേക്കാൾ റെസിലിയൻ്റാണ്. ഈ പേടിയേക്കാൾ കൂടുതൽ റെസിലിയൻ്റ് ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യണത്. അങ്ങനെ പറഞ്ഞാൽ കോഗ്നിറ്റീവ് നമ്മുടെ ബ്രെയിന് ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ പോലെ വർക്ക് ചെയ്യണേ. അപ്പോൾ അതിലേക്ക് ഡാറ്റ ഫീഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു കമ്പ്യൂട്ടറോ AIനെയൊക്കെ നമ്മൾ ഡാറ്റ വെച്ചിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെ ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഓൾറെഡി നമ്മുടെ ബ്രെയിനിലുള്ളത്. അതാണ് കോഗ്നിഷൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിൻ്റെ ആ ഡാറ്റ ട്രെയിനിങ് എന്ന് പറയുന്നതാണ് എഡ്യൂക്കേഷൻ അല്ലേ. അപ്പോൾ ആ എഡ്യൂക്കേഷൻ കിട്ടുക എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ എഡ്യൂക്കേഷനും കൂടി ഇത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളതാണ് ആ പേടിയുടെ ആധാരം തന്നെ ബേസിക്കലി. പക്ഷേ നമ്മൾ എത്ര അഡ്വാൻസ്ഡ് കാര്യങ്ങളിലേക്ക് ഇതിനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് സാധനം അത്രയേ ഉള്ളൂ. ഇപ്പം മേ ബി നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു ടാസ്കുകൾ, കാര്യങ്ങൾ, ഇതിനൊക്കെ നമ്മൾ അധികം ചിന്തിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഒരു സ്റ്റഡി പറയണത് അതുകൊണ്ട് ഇത് നമ്മൾ അധികം ഉപയോഗിക്കണില്ല. അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ റെസിലൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതിനേക്കാൾ അഡ്വാൻസ്ഡ് ടാസ്കിലേക്ക് അപ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് കപ്പാസിറ്റി ഫോക്കസ്ഡ് ആവും. അപ്പോൾ ആക്ച്വലി ഇതൊരു ഗ്രോത്താണ്. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആരോ പറയണ കേട്ടു, നമ്മൾ ചെറുപ്പത്തിൽ സൈക്കിളും ബൈക്കും കാറും ഓടിക്കാൻ നമ്മൾക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ നടക്കാൻ മറന്നിട്ടില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സസൈസ് ചെയ്യാത്തതിൻ്റെ, അന്നത്തെ കാലത്ത് അത്ര നടക്കാത്തതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും കംപ്ലീറ്റ്ലി ഇത് റീപ്ലേസ് ചെയ്യപ്പെടുന്നില്ല. ഒന്നുകൂടി അപ്പം നമ്മുടെ ബ്രെയിൻ പ്രത്യേകിച്ചും എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ബ്രെയിൻ എന്തൊക്കെയോ ചെയ്യാൻ വേണം. അപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് സില്ലി ആയിട്ട് തോന്നുന്ന ടാസ്കുകളൊക്കെ AI ചെയ്യും. അതിൻ്റെ മേലേക്ക് നമ്മൾ ഇവോൾവ് ചെയ്യുന്നതാണ് എനിക്ക് ബേസിക്കലി തോന്നണേ. അല്ലാതെ കോഗ്നിറ്റീവ് കപ്പാസിറ്റി ഇല്ലാതാക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. അതെ, എക്സാക്ട്ലി. ആ ഒരു കണക്ക് ഏത് ചെയ്യുന്നോ, കൈമ കൂട്ടണോ കാൽക്കുലേറ്ററിൽ ചെയ്യണോ എന്നുള്ളതൊക്കെ ഒരു ഡിസിഷൻ എന്ന പോലെ തന്നെ. അതേപോലെ തന്നെ ഒരു സാധനമാണ് ബേസിക്കലി ടീച്ചിങ്. ഇപ്പം നമ്മൾ പറയാം, ഇപ്പം ടീച്ചേഴ്സിനുള്ള പേടി എന്താ? AI വന്നു കഴിഞ്ഞാൽ ഇതിനകത്തിനൊരു ടീച്ചർ നമ്മൾ പറയാണ് ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു AI, ഒരു ചാറ്റ് ബോട്ട്. ഇപ്പം നമുക്കൊക്കെ ഉണ്ടല്ലോ ഈ മോഡൽ. അപ്പോൾ ഇമോ എന്ത് ചെയ്യാണ്? വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പഠിച്ചില്ലടാ പഠിക്കടാ പോയിട്ട് എന്നൊക്കെ പറയുന്ന ഒരു ടീമാണെന്ന് വിചാരിക്കുക. എന്നിട്ട് പറഞ്ഞിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനാ ടീച്ചർ എന്നുള്ളതാണ്. മേ ബി ഒരു കാലത്ത് കോൺഷ്യസ്നെസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കാലത്ത് ചിലപ്പോൾ ഒരു മനുഷ്യന്റെ പകരം റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് പേടിക്കാൻ മാത്രമൊന്നും വകുപ്പായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതിനേക്കാൾ അപ്പുറത്ത് ഈ ടീച്ചിങ്ങിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഇന്ന് നടക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് ഇപ്പൊ ടീച്ചിങ് എന്ന് പറയുന്നത് വെച്ചിട്ട്. അത് തന്നെയാണ് പക്ക രീതി എന്നൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ പണ്ട് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തന്നെ കഴിഞ്ഞാൽ ഫിലോസഫേഴ്സ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ പ്ലാറ്റോന്റെ ശിഷ്യനാണ് അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനാണ്, ഇങ്ങനെ സോക്രട്ടീസ് ആ ടീമൊക്കെ, ഇവരൊക്കെ ഫിലോസഫേഴ്സ് എന്ന് വിളിക്കുന്നത് ഇവര് ക്ലാസ്സിലെ പാഠപുസ്തകം ബോർഡുമിൽ എഴുതി പഠിപ്പിച്ചിട്ടല്ല. അവിടുത്തെ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഗൈഡ് ചെയ്യുക, ഇൻസൈറ്റ്സ് കൊടുക്കുക, മെന്റർഷിപ്പ് കൊടുക്കുക, അവർ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ലേൺ ചെയ്യുക എന്നുള്ള ആസ്പെക്ട്സാണ്. പക്ഷെ ഇന്നത്തെ ടീച്ചിങ് എന്ന് ആലോചിച്ച് നോക്കി, ശരിക്കും ടെക്നിക്കലി എന്താ നടക്കുന്നത്? ആരോ എവിടെയോ ഇരുന്നിട്ട് ഈ ലോകത്തിന് മൊത്തം പറ്റും എന്ന് പറയുന്ന ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ടെക്സ്റ്റ് ബുക്ക് ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് അത് എൻ്റെ ഫിലോസഫിയുമായിട്ടോ എൻ്റെ ലൈഫുമായിട്ടോ എൻ്റെ കാഴ്ചപ്പാടുകളായിട്ട് ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ടീച്ചർ എന്ത് ചെയ്യണം? ഈ പുസ്തകം മൊത്തം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും വേണം. അപ്പം അതിനേക്കാൾ നല്ലത് ഒരു ഇൻസ്ട്രുമെൻ്റ് അതിനെ മേലെ കൂടെ ഇങ്ങനെ ഓടിച്ചിട്ട് ഒരു വോയിസ് ആക്കിയിട്ട് അത് മാറ്റുന്ന ഒരു ടൂളല്ലേ. അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ AI ഡെവലപ്ഡ് ആവുകയാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾ AI എടുക്കുമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ടീച്ചർ എന്തായിരുന്നു പണ്ട് കാലത്ത്, ഇപ്പൊ ഗുരുകുല സമ്പ്രദായം, അവിടെ അത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ പുസ്തകമല്ല പഠിപ്പിച്ചു കൊടുക്കണം, അവിടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളും ഫിലോസഫീസും ആണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. കരിക്കുലം മാറുന്നതിനെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങളില്ല. കരിക്കുലം മാറി ഇത് ആരെ സപ്പോർട്ട് ചെയ്യുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. അർജുനനോടാന്ന് തോന്നുന്നു കിളിയുടെ കണ്ണ് കാണുന്നില്ല എന്നൊക്കെയുള്ള ആ തരം ലേണിംഗ് പുസ്തകത്തിൽ നിന്നല്ലല്ലോ. അപ്പൊ ആ ലെവൽ ഓഫ് ടീച്ചിങ്ങും ആ ലെവൽ ഓഫ് സ്റ്റുഡൻസും വരലാണ് സത്യത്തിൽ ടീച്ചിങ്ങിന്റെ പണ്ട് മുതലേ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ആ ടൂളിന്റെ ഒരു ഉദ്ദേശം. പക്ഷെ കുറെ കാലമായിട്ട് ആരോ ഉണ്ടാക്കിയ കരിക്കുലം, ആരോ ഉണ്ടാക്കിയ പാഠപുസ്തകം, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സംവിധാനത്തിനെയാണ് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യണം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പണി AI എടുക്കുമെങ്കിൽ ഗൈഡ് ചെയ്യാൻ, മെന്റർ ചെയ്യാൻ, നല്ല രീതിയിൽ സ്കിൽഡ് ആക്കാൻ, ഇൻസൈറ്റ്സ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ടീച്ചേഴ്സിന് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി ടീച്ചിങ്ങിനെ റീഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാ ഒരു മനുഷ്യന്റെ ടച്ച് ഉണ്ട്. വരൂല എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല AIയിലേക്ക് അത്. പക്ഷെ ഇപ്പം അത് മനുഷ്യനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സാധനങ്ങൾ എംപതൈസ് ചെയ്യുക, തൻ്റെ മുന്നിലുള്ള കുട്ടികളെ മനസ്സിലാക്കാൻ കഴിയുക. അതായത് തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടിയെ എങ്ങനെ വേണമെങ്കിലും AIക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷെ കഴിഞ്ഞ ദിവസം രാത്രി ആ കുട്ടണി പട്ടിണി നടന്നിട്ടാണോ വരുന്നത്, കഴിഞ്ഞ ദിവസം രാത്രി അച്ഛനും അമ്മയും തല്ലുകൂടുന്നതിൻ്റെ സഫറിങ് കഴിഞ്ഞിട്ടാണോ കുട്ടി വരുന്നതെന്ന് AIക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അതൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ടീച്ചിങ് ഒരിക്കലും റീപ്ലേസ് ചെയ്യപ്പെടില്ല. സത്യത്തിൽ ടീച്ചറുടെ ജോലി എളുപ്പമാവും, ടീച്ചർ ചെയ്യേണ്ട സാധനങ്ങളെ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പ്രശ്നം ഉണ്ടല്ലോ, അതായത് ഈ പഠിക്കുന്നതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല, സിലബസിലുള്ളതൊന്നും എനിക്ക് ആവശ്യമുള്ളതല്ല, പിന്നെ ഞാൻ ഇതിനാ പഠിക്കുന്നത്. എനിക്കൊന്ന് ചില ടീച്ചേഴ്സിന്റെ ജോക്കുകളെങ്കിലും വരുന്നൊരു സാധനം ഉണ്ട്. അതായത് ശരിക്കും ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടൊരു കാര്യമില്ല എന്ന് നമുക്കും അറിയാം, പിന്നെന്തിനാ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് എന്ന് തമാശയിലെങ്കിലും വരുന്ന ചില സാധനങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ശരിക്കും വേണ്ടതാണ് ഞാൻ കൊടുക്കുന്നതെന്ന് ടീച്ചേഴ്സിന് തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിക്കാനും അതിൽ വർക്ക് ചെയ്യാനും പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാവും. പിന്നെ അതിലൊരു സൈഡ് മനുഷ്യന്മാർ ഞാൻ നടത്തുമല്ലോ റിസലൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഈ പറഞ്ഞ പേടിയില്ലേ, ഇത് ആക്ച്വലി സംഭവിക്കണം. ഈ ആങ്സൈറ്റി കൊണ്ട് നമ്മൾ ആങ്ഷ്യസ് ആവുന്നത് എന്തോ അത് സംഭവിക്കുകയല്ല ചെയ്യുക. ഈ ആങ്സൈറ്റി കൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിനെ എങ്ങനെയാണ് നല്ല രീതിയിൽ റിഡിഫൈൻ ചെയ്യുക, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാൻ തുടങ്ങും. നല്ല ചേഞ്ചിലേക്കാണ് ഈ ആങ്സൈറ്റി ഉണ്ടാവണം. പക്ഷെ ഈ ആങ്സൈറ്റിയുടെ ഔട്ട്കം എന്ന് പറയുന്നത് ആ ആങ്ഷ്യസ് ആയിട്ടുള്ളത് എന്തോ അത് സംഭവിക്കും എന്നല്ല, നമ്മളൊന്നുകൂടി ടീച്ചിങ്ങിനെ റിഡിഫൈൻ ചെയ്യും. നമ്മൾ ടീച്ചിങ്ങിനെ റിഡിഫൈൻ ചെയ്യും, ക്ലാസ് റൂമിനെ റീഡിഫൈൻ ചെയ്യും. ഒന്നുകൂടി എക്സ്പീരിയൻഷ്യൽ നോളജൊക്കെ ആയിരിക്കും ടീച്ചേഴ്സിന് ഷെയർ ചെയ്യാനുണ്ടാവുക. ആ ലെവലിലേക്ക് കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ടി വരും. മറ്റത് വളരെ സിമ്പിൾ ആയിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ. സൈനു സാറിന്റെ മൈൻഡിൽ ഇപ്പൊ കുറെ സാധനങ്ങളുണ്ടാവും, കുറെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള കുറെ ടൂൾസ്, കുറെ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ MITന്റെ ഒരു സ്റ്റഡിനെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങി. ഈ സ്റ്റഡി വന്നപ്പോൾ നമ്മുടെ മലയാളം ചാനലായിക്കോട്ടെ, ഇംഗ്ലീഷ് ചാനലുകളായിക്കോട്ടെ, ഇതിനൊക്കെ സോഷ്യൽ മീഡിയ അതിൻ്റെ ഒക്കെ ഒരു പേജിൽ കാണുന്നൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT ബ്രെയിനിനെ ബാധിക്കും. ChatGPT ബ്രെയിനിനെ ബാധിക്കും, ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും, ഇനി വരാൻ പോകുന്നതൊക്കെ മണ്ടന്മാരാണെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അവർ. ആ ഒരു ഫിയർ, ആ ഒരു ക്ലിക്ക് ബൈറ്റിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം.
പക്ഷെ ആളുകളുടെ അടുത്ത് ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവാണ് ആദ്യം ഫീഡ് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാ ആളുകളും പുതിയ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞപ്പോൾ പോലെ ആളുകൾ മനുഷ്യന്മാരെപ്പോഴും മനുഷ്യന്മാരുടെ മുകളിൽ വരുന്ന എന്ത് സംഗതിയും സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു തോന്നുന്നു. പക്ഷെ ഇതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ChatGPT ആ ഒരു ടെസ്റ്റിൽ തന്നെ, ആ ഒരു എക്സ്പെരിമെൻറ്റിൽ തന്നെ അതിൽ തന്നെ വേറൊരു വശം കൂടെയുണ്ട്. അതായത് ബ്രെയിൻ യൂസ് ചെയ്തിട്ട് ആ ടെസ്റ്റിൽ നല്ല വൃത്തിക്ക് ഒരു പാരഗ്രാഫ് കൊടുക്കാൻ അങ്ങനെ കണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ടെസ്റ്റിൻ്റെ തന്നെ റെലവൻസ് റീചെക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം അത് അമേരിക്കയിൽ മാത്രം നടത്തിയിട്ടുള്ള കുറച്ച് ആളുകൾ, കുറച്ച് പഞ്ചാബ് ആളുകൾ മാത്രം വെച്ചിട്ട് ചെയ്തൊരു സാധനം. അപ്പോൾ അതിൽ ശരി MIT ആയതുകൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ MIT ആയതുകൊണ്ടുള്ള റെലവൻസ് വെച്ചിട്ടൊക്കെയാണ് അതിങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ആളുകൾ ബ്രെയിൻ നന്നായിട്ട് യൂസ് ചെയ്ത് ക്രിയേറ്റീവായിട്ട് ചെയ്ത എസ്സേസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷെ അതെവിടെയും പരാമർശിക്കപ്പെടുന്നില്ല. എല്ലായിടത്തും പറയുന്നത് എന്താ, നെഗറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ. അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ നാട് തന്നെ പല പാർട്ടിക്കാരും ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാക്ടർ വന്നപ്പോൾ സമരം ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും, കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരം ചെയ്തിട്ടുള്ള ആൾ. അത് ആ സമയത്ത് റെലവൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ആ സമയത്ത് ചിലപ്പോൾ അത് റെലവൻ്റ് ആയിരിക്കും. പുതിയൊരു സംഗതി വരുന്ന സമയത്ത് ആളുകൾക്കുള്ളൊരു ഫിയർ ഫാക്ടർ ഉണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് സംഭവം. അത് ചർച്ച ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് കാണുന്ന സമയത്ത് പിന്നീട് എല്ലാ ആളുകളും അത് യൂസ് ചെയ്ത് തുടങ്ങും. പക്ഷെ ആ ഒരു തുടക്ക സമയത്ത് ആളുകൾക്ക് ഒരുപാട് പേടികളുണ്ടാവും. അത് ആരെങ്കിലുമൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കാം ഇങ്ങനെ നെഗറ്റീവ് ഷെയ്ഡിൽ എന്നുള്ളത്. ഈ റിസർച്ചിൻ്റെ കാര്യത്തിൽ കോമഡി ഉണ്ട്. റിസർച്ചിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് അറിയുമ്പോഴേ, ഇപ്പൊ ഈ അടുത്തെങ്ങനെ ഞാൻ റിസർച്ച് നമ്മൾ ചായ അടിക്കുമ്പോൾ പറഞ്ഞിരുന്ന സാധനമുണ്ട്, ഒരു മുട്ട തിന്നു കഴിഞ്ഞാൽ 4 ദിവസത്തെ ലൈഫിൽ കുറയും. അതെ അതെ, അങ്ങനെയാണ് ജിമ്മമാരൊക്കെ ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ. വേറൊരു റിസൾട്ട് റിസർച്ചേഴ്സ് ഒക്കെ ഇറങ്ങണത് MIT പോലത്തെ സാധനങ്ങളിലൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ അതെ. അപ്പൊ ഇമാതിരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെയാണ് ഇങ്ങനത്തെ റിസർച്ചേഴ്സ് ഇറങ്ങുക. അപ്പൊ റിസർച്ചിനായിട്ട് തന്നെ കാണണം. അത് റിസർച്ച് ആയിട്ട് ഡയറക്റ്റ്ലി ലൈഫിൽ ആപ്ലിക്കബിൾ ഒന്നല്ല. അപ്പുറത്തേക്ക് ട്രെൻഡിങ് ന്യൂസ് ആണ്, അതിന്റെ ഒരു ഷെയറും സാധനം ഡിസ്കഷൻസും ആണ് കൂടുതലും പോകുന്നുണ്ടായിരുന്നു. അതെ. ഇപ്പോൾ ഈ ChatGPT-നെ പറ്റി പറയുന്ന സമയത്ത് ലൈക്ക് ഓപ്പൺഎഐൻ്റെ ChatGPT-യുടെ പാരന്റ് കമ്പനി ഓപ്പൺഎഐൻ്റെ CEO സാം ആൾട്ട്മാൻ പറഞ്ഞിട്ടുള്ളൊരു കുറച്ച് മുമ്പൊരു ഡിസ്കഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് 1 മാസം മുമ്പൊക്കെ, ഈ മാർച്ച് മാസത്തിൽ, ഏപ്രിൽ മാസത്തിൽ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ChatGPT യൂസ് ചെയ്തിട്ടുള്ള ആളുകൾ, ആ ഒരു സമയത്താണ് ChatGPT-യുടെ ഭയങ്കരമായിട്ടുള്ള ഹൈക്ക് വന്നത്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ആളുകൾ ഇന്ത്യക്കാരാണെന്നാണ് പറയുന്നത്. ഏകദേശം ടോട്ടൽ ChatGPT യൂസേജിൻ്റെ 13% ഇന്ത്യയിലാണ്. അത് നമുക്ക് ശേഷമാണ് അമേരിക്ക പോലുള്ള. ഓക്കെ, അപ്പോൾ ആ അമേരിക്കയിലാണ് സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇന്ത്യക്കാർ യൂസ് ചെയ്തിട്ടുള്ള ഒരു പോർഷനിൽ എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് ആ പറയുന്ന റിപ്പോർട്ടിൽ. അതായത് ആ ഏപ്രിൽ ഫസ്റ്റ് വീക്ക്, മാർച്ച് ലാസ്റ്റ് വീക്ക്, ഏപ്രിൽ ആ ഒരു ടൈമിലാണ് ആക്ച്വലി ഈ ജിബിലി ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അത് വന്നിട്ടുള്ളത്. ആ ഒരു സമയത്ത് ഇൻഫ്ലുവൻസേഴ്സ് അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുകയും അങ്ങനെ ചിലപ്പോൾ കയറിയതാവാം ഇന്ത്യക്കാരെന്നുള്ള, അതെ, മഞ്ഞൾപ്പൊടിയൊക്കെ പോലെ കയറി വന്നതാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഒരുപാട് അത്യാവശ്യം നല്ല ആളുകൾ ലൈക്ക് AI ടൂൾസുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. AI-ൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ AI-ൽ തന്നെ ശരിക്ക് 3 ടൈപ്പ് ഓഫ് സാധനമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ പാവണം എന്നുണ്ടെങ്കിൽ, അല്ല ഇപ്പം നിങ്ങൾ പറഞ്ഞ രീതിയിലൊക്കെ പാവണം എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ടീച്ചേഴ്സിനൊക്കെ റീപ്ലേസ് ചെയ്യുന്ന ആ രീതിയിലൊക്കെ ആവണമെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് പോകണേനെയും. അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്, അതുപോലെ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. ഈ ഹെറൊക്കെ മൂവി ഇല്ലേ, ടെർമിനേറ്ററൊക്കെ മൂവി, ടെർമിനേറ്ററൊക്കെ ശരിക്കും ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് പെട്ടാ. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഹെറിനെ പറയാം. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ എവിടെയുള്ളതെന്നുള്ളത്. അതിൻ്റെ ഒക്കെ ഏതായാലും ഒന്നും നമ്മൾ എത്തിയിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാലാണ് ശരിക്കും ഇതൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടാന്നുള്ളത്. ഇപ്പം ശരിക്കും ഇപ്പം നേരെ അടുത്ത് ആപ്പിൾ വന്നിട്ടൊരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. അതായത് നിലവിലുള്ള ഈ AI ടൂളുകളൊക്കെ റിസർച്ച് പേപ്പറിന് അതുപോലെ കോപ്പി ചെയ്യാണ്, അതിന് പ്രത്യേകിച്ച് ഇൻ്റലിജൻസ് കപ്പാസിറ്റി ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. സോ അവർ തമ്മിൽ തന്നെ ഇതുവരെ ഇതിനൊരു ഉത്തരം കിട്ടിയിട്ടൊന്നുമില്ല. ഇത് റീപ്ലേസ് ചെയ്യുക, ഇതൊരു പെർഫെക്റ്റ് സാധനമാണോ അല്ലേ എന്നുള്ളതിന് ഇപ്പോഴും അവർ തമ്മിൽ തന്നെ ഒരു ധാരണയിലെത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു ചോദ്യത്തിനൊന്നും വലിയ റെലവൻസ് ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, ഒരു ടീച്ചർ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇപ്പോൾ ടീച്ചേഴ്സിനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് BEd-ലൊക്കെ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു, സ്കാഫോൾഡർ ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്കാഫോൾഡർ എന്ന് പറയുന്നത് അല്ലേ, തട്ട് കൊടുക്കുക. അപ്പോൾ താങ്ങ് കൊടുക്കുക. ഈ ChatGPT-ക്ക് എങ്ങനെ താങ്ങ് കൊടുക്കാൻ പറ്റാം? ആളറിഞ്ഞ് താങ്ങ് കൊടുക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ
നമുക്ക് അത്രയും പേഴ്സണലൈസ് ചെയ്തിട്ട് വരണം. ഓക്കെ, അത്രയും പേഴ്സണലൈസ് ചെയ്തിട്ട് വരണം. പക്ഷെ പേഴ്സണലൈസ് ചെയ്ത് വന്നാൽ പോലും ഒരു ഹ്യൂമൻ ടച്ച് എന്ന് പറഞ്ഞുള്ള സാധനമുണ്ട്. അതെനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. പക്ഷെ നിലവിൽ ടീച്ചേഴ്സിന് എങ്ങനെയാണ് ഇത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇത് യൂസ് ചെയ്യണം ടീച്ചേഴ്സ്. ഓക്കെ, ടീച്ചേഴ്സ് ശരിക്കും ഇത് യൂസ് ചെയ്താൽ മാത്രമേ ഇവിടുന്ന് അങ്ങോട്ട് സിംപ്ലിഫൈ ആയത് പോവുള്ളൂ. കാരണം ഒരുപാട് AI ടൂൾസ് ഉണ്ട്. നമ്മുടെ ഒരുപാട് കേസുകളിൽ പ്രോബ്ലംസ് സോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് AI ടൂൾസ് ഉണ്ട്. നമ്മൾ ആ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഇൻ്റലിജൻസ് കപ്പാസിറ്റി വേറെ എന്തെങ്കിലും പണിക്ക് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ലൈക്ക് ക്ലാസ് റൂമിൽ എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസുകൾ പ്രിപ്പയർ ചെയ്യാനുണ്ടാവുമായിരിക്കും, ഈ ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനുണ്ടാവുമായിരിക്കും, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഓഫീസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടുകൾ ഉണ്ടാക്കണം, പിന്നെ ഒരുപാട് മെയിലുകൾ, ടാർഗറ്റുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കും. നമുക്ക് മാനുവലി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്ന സാധനമാണ്. പക്ഷേ ഇങ്ങനത്തെ സംഗതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന AI ടൂളുകൾക്ക് വെച്ച് കൊടുത്തിട്ട് തൽക്കാലാവക കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ അതെ ഓരോ കാലത്തും ഞാൻ ആഗ്രഹിക്കണത് ടീച്ചേഴ്സ് ആഗ്രഹിക്കണത് ലോകം ആഗ്രഹിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടല്ലോ, അതെ, അതാവാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞൊക്കെ നടക്കും. അതെ, അതല്ല പുസ്തകം വായിച്ചു കൊടുക്കുന്ന ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് അതിനേക്കാൾ വൃത്തിയിൽ AI ചെയ്യും. അതെ അതെ. ഇതിപ്പോ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ പോർഷൻസ് തീർക്കുന്നു. ഇപ്പൊ എൻ്റെ അനിയൻ അതെ, ഇപ്പൊ ഇന്ന് എൻ്റെ അനിയൻ ഇപ്പൊ രാവിലെ 8 മണിക്ക് 8:15 ക്ലാസ്സിന് പോകണം എന്ന് പറഞ്ഞു, +2 പഠിക്കുന്ന. അപ്പൊ അവന് രാവിലെ 8:15 എന്താ ചോദിക്കുമ്പോൾ പോർഷൻസ് തീർന്നിട്ടില്ല. സോ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റത്തെ പാഠം പകുതി എങ്ങാണ്ടായിട്ടുള്ള 2 പാഠം എങ്ങാണ്ട് പഠിപ്പിക്കാനുണ്ട്, എക്സാം ആകുമ്പോഴേക്കുന്ന പറഞ്ഞാൽ. അപ്പോൾ ആൾ ഓടുകയാണ്, ടീച്ചർ ഓടുക. അതിന് വേണ്ടിയിട്ട് കുട്ടികളെ രാവിലെ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് രാവിലെ ഉണ്ട്. അതിനേക്കാൾ സ്പീഡ് ആയിക്കുണ്ടാവും, എന്തായാലും ആയിക്കുണ്ടാവും. ഓക്കെ, ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ ടിപ്പിക്കൽ ക്ലാസ് റൂമിൽ നിന്ന് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറി. എന്തുകൊണ്ടാണ് കുട്ടികൾ കംഫർട്ടായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഐ മീൻ ഓൺലൈൻ ക്ലാസ് വിട്ടേക്ക് യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ, വെറും യൂട്യൂബിൽ ഒരുപാട് ലൈവുകൾ നടക്കുന്നുണ്ട്. എത്ര എക്സാം പോർഷൻസ് ഇവർ ഈ കോളത്തിലൊക്കെ സ്പെഷ്യൽ ക്ലാസ് എടുത്തിട്ട് എക്സാമിനേക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ലാസ്റ്റ് ഓൺലൈനിലുള്ള എക്സാം സ്പെഷ്യൽ ലൈവ്, അതിലാണ് ആളുകൾ ഫോക്കസ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കംഫർട്ടാണ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിലുള്ള ടീച്ചേഴ്സ് അവരുടെ കംഫർട്ടാണ് നോക്കുന്നത്. അവർക്ക് ഓൺലൈനിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റും, ഓഫ്ലൈനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. സോ ആളുകൾ എല്ലാ കാലത്തും സൗകര്യങ്ങളനുസരിച്ച് ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വേറെ കുറേ സ്കില്ലുകൾ അവിടെ വേറെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഇത് പക്ഷേ പെട്ടെന്നായി പോയി എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ഓവർ ഒരു 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് റാപ്പിഡായിട്ട് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വന്നു എന്നുള്ള. ചിലപ്പോൾ അതിനനുസരിച്ച് മനുഷ്യന്മാർ റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഈ മനുഷ്യന്മാർ തന്നെയാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയാൽ മതി. AI ഒരു സൂപ്പർ ഇന്റലിജൻസോ, സൂപ്പർ ഇന്റലിജൻസ്, ആക്ച്വലി അതിനേക്കാൾ സൂപ്പർ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആണ് നമ്മുടെ കോഗ്നിറ്റീവ് കപ്പാസിറ്റി, നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്നാണ്. കാരണം ഇതിൽ നിന്ന് കോപ്പി ചെയ്തിട്ടാണ് ഈ പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ആക്ച്വലി നമ്മൾ എന്തിനാ പേടിക്കണമെന്ന് അറിയോ? പേടിക്കേണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വരും തലമുറയായി പഠിപ്പിക്കേണ്ടത്. വരാൻ പോകുന്ന നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് പേടിക്കേണ്ടത്, AI-നല്ല. കാരണം ഓരെന്ത് ചെയ്യുന്നറിയോ? അതുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് 24 മണിക്കൂറും ഒരു ആയുസ് മൊത്തം എടുത്തിട്ട് ചെയ്യുന്ന പണികൾ അവർ സെക്കൻഡ്സ് കൊണ്ട് അവരുടെ ചിപ്പുകളും അവരുടെ AI വെച്ചിട്ട് അവർ ചെയ്യും. എന്നിട്ട് അവർ സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും അവരുടെ കോഗ്നിറ്റീവ് കപ്പാസിറ്റി പ്രോസസ് ചെയ്യുക. ആ എവല്യൂഷന്റെ പാർട്ടാണിത്. അല്ലാതെ AI കയറിയിട്ട് ഉണ്ടാക്കിയതിനേക്കാൾ വലുതാവുന്ന പാർട്ടല്ല. ഇതിനേക്കാൾ വലിയൊരു സാധനം. പിന്നെ ഇതിന്റെ വേറെ സൈഡ് ഇതിന്റെ ഒരു ഹ്യൂമനിസ്റ്റിക് പാർട്ടാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയും തല്ല് കൂടിയെടുത്താണ് എൻ്റെ കുട്ടി വരുന്നത് എന്നുള്ളത് AI മനസ്സിലാക്കാൻ കഴിയില്ല, അതൊരു ടീച്ചർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇനി അങ്ങനെ ലിസൺ ചെയ്യാൻ പറ്റുന്ന, എമ്പതൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ഉണ്ടായി എന്ന് വിചാരിക്കുക. നമ്മളൊരു വിഷമവും പ്രശ്നവും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും എത്ര ചങ്ങായിമാരുണ്ട്, നമ്മളതിൽ ഭയങ്കര പിക്കിയാണ് ആരോടാ സംസാരിക്കേണ്ടത്, ആരെടുത്ത് അത് ഷെയർ ചെയ്യേണ്ടത്, അല്ലേ? അങ്ങനെ വരുമ്പോൾ അതിൽ ഇനിയിപ്പം മിനിമം ലെവൽ എമ്പതി ഡെവലപ്പ് ചെയ്താൽ പോലും ഒരു മനുഷ്യൻ പിക്ക് ചെയ്യുക അയാൾക്ക് ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരിക്കും. അയാളുടെ വിഷമങ്ങളും കാര്യങ്ങളും പറയാൻ അതൊരു ടീച്ചറായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ലെവലിലേക്കൊക്കെ ഒരു AI മാറുക, അങ്ങനെ ലിസൺ ചെയ്യുന്ന ഒരുപാട് ഇപ്പം അതിനുള്ള ആ ഒരു കോൺഷ്യസ്നെസ് ഒന്നും ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ ഇല്ല. അപ്പോൾ
ഇതൊക്കെ കഴിഞ്ഞിട്ട് മനുഷ്യൻ എഐനോട് പറയാൻ ചൂസ് ചെയ്യണം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ റെസിലിയൻ്റ് ആയ ഇവോൾവിംഗ് ആയിട്ടുള്ള സൂപ്പർ ഇന്റലക്ച്വൽ ആയിട്ടുള്ള മനുഷ്യന്മാർ അന്നും എഐനെ ചൂസ് ചെയ്യുന്നവരും മനുഷ്യന്മാർ ചൂസ് ചെയ്യുന്നത് കുറേ സാധനങ്ങൾ. കാരണം അത് അയാളുടെ സർവൈവലിൻ്റെ പാർട്ട് ആയിരിക്കും. പക്ഷെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അതായത് ചാറ്റ് ബോട്ടിനെ പ്രണയിക്കുന്ന, ഓക്കെ, സൂയിസൈഡ് ടെൻഡൻസി കാണിക്കുന്ന, ലൈക്ക് ചാറ്റ് ബോട്ടിനോടുള്ള ഇത് കാരണം അത് ബോട്ടാണ്, അത് റിജക്റ്റ് ചെയ്തെന്നൊക്കെ കണ്ടപ്പോൾ. അതുപോലെ ഇപ്പം നേരെ അടുത്ത് ലൈക്ക് ChatGPT ആണോ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ഇതിൽ ഈ വോയിസ് മോഡിൽ സംസാരിക്കുകയാണ്. അത് ഭയങ്കര അടിപൊളിയായിട്ട് സംസാരിച്ച് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലേർട്ടിങ് ആയിട്ടുള്ള രീതിയിൽ തിരിച്ച് സംസാരിച്ചു പോലും. ഇയാൾക്ക് ഭയങ്കരമായിട്ട്, ആൾ ഓൾറെഡി മാരീഡാണ്, അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കുകയും ഇമോഷണലി ഭയങ്കര കണക്റ്റഡായി. പക്ഷെ ഇതിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ മെമ്മറി എറേസ് ആവുന്നുള്ള ഒരു സാധനം ഉണ്ട് പോലും. അപ്പോൾ അത് അങ്ങനെ അറിഞ്ഞ സമയത്ത് ലൈക്ക് ആൾ ഭയങ്കരമായിട്ട് വിഷമിച്ച ഒരു കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ചിലപ്പോൾ ആളുകൾ ഇങ്ങനത്തെ ഒക്കെ ഒരു കേസുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ എനിക്ക് തോന്നുന്നൊരു പാർട്ടാട്ടോ അത്, ചിലപ്പോൾ അട്ട ഫൂളിഷ്നെസ് ആയിരിക്കാം. പോഡ്കാസ്റ്റിൽ വന്നിരുന്നിട്ട് അട്ട ഫൂളിഷ്നെസ് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകും. ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിലും എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, അബ്നോർമാലിറ്റീസ് ഉണ്ട്. അഥവാ നോർമാലിറ്റിയിൽ വരാത്തത് എന്തോ അതാണ് അബ്നോർമാലിറ്റി, അല്ലാതെ അത് തെറ്റി ശരിയൊന്നുമില്ല. ഇപ്പം ഗ്ലാസ് കഴിക്കുന്ന മനുഷ്യന്മാരുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ട്രോളിന് മിക്കവാറും സാധ്യതയാണ് ഞാൻ ഈ പറഞ്ഞ സാധനം. പക്ഷെ അത് സാധാരണ തിന്ന് ന്യൂട്രീഷണൽ വാല്യൂ കിട്ടും എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതൊക്കെ ചൂസ് ചെയ്ത മനുഷ്യന്മാരുണ്ട്. അപ്പൊ അതേപോലെ ഒരു കാര്യത്തിൽ പലതിലും പല ഫെറ്റിഷസ് ഉണ്ട്, അല്ലെങ്കിൽ പലതിലും രസങ്ങൾ കാണുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അത് സിംഗിൾ കേസസ് ആണ്. ആ സിംഗിൾ കേസസിന് ന്യൂസ് വാല്യൂം കൂടി കിട്ടുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇങ്ങനത്തേക്കാണ് മനുഷ്യന്മാരെ പോക്ക്, ലോകം മൊത്തം തീരുമാനമായി എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനേയും ചൂസ് ചെയ്യുന്ന, എല്ലാ ഡിഫറൻസസിനെയും എംബ്രേസ് ചെയ്യുന്ന കുറെ മനുഷ്യന്മാർ ലോകത്തുണ്ട്. പക്ഷെ നമ്മൾ വറീഡ് ആവേണ്ടത് ഒരു പോപ്പുലേഷനിൽ, ഒരു ജനറലി ആ പോപ്പുലേഷനിൽ ഒരു ആവറേജ് ലെവലിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ, ഇപ്പം മൊബൈൽ ഫോൺ വന്നതിന് ശേഷം അതിനുശേഷമുള്ള ജനറേഷനിൽ അതിന് മുൻപുള്ള ജനറേഷനേക്കാൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില ചേഞ്ച് ഇമോഷണൽ കോഗ്നേറ്റീവ് ആസ്പെക്ട്സിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നമ്മളതിനെ പേടിക്കണം. പക്ഷെ സിംഗിൾ കേസസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ലാത്ത സാധനങ്ങളോട് പലതും കാണിച്ച മനുഷ്യന്മാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ. പല വ്യത്യസ്ത രീതിയിൽ ആളുകളെ കൊല്ലുന്ന സൈക്കോ കില്ലേഴ്സ് ഉണ്ട്. ഇപ്പൊ ലോകത്തുള്ളവരൊക്കെ സൈക്കോ കില്ലേഴ്സ് ആവുമെന്ന് പറയാൻ പറ്റൂല. അതേപോലെ ഡിഫറൻസസിനെ കൊണ്ടുനടക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അവരെടുക്കാതെ ആ നോർമൽ, അതൊരു മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ, ഒരു 50% ഓഫ് ദ പോപ്പുലേഷൻ, 25% അടുത്ത് ഏകദേശം ഒരു എക്സ്ട്രീം ആയിരിക്കും, മറ്റേ എക്സ്ട്രീം ആയിരിക്കും മറ്റേ. പക്ഷെ ഒരു ആവറേജ് ലെവൽ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 50% ഓഫ് ദ പോപ്പുലേഷൻ എന്താണോ, എന്തിനാലാണോ ബാധിക്കപ്പെടുന്നത് അതിനെ നമ്മൾ പേടിക്കണം. അത് നമ്മൾ റിസർച്ച് ചെയ്ത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം ഒരു ആക്ച്വലി നേരത്തെ പറഞ്ഞ MIT നടത്തിയ റിസർച്ചസ് എല്ലാ രാജ്യങ്ങളിലും എല്ലാ പോപ്പുലേഷനിലും നടന്നുകൊണ്ടിരിക്കണം. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും ചില രാജ്യങ്ങളിൽ. അതെ. അപ്പൊ അതിലൊരു മെജോറിറ്റി പോപ്പുലേഷനും പറയുന്ന റിസൾട്ട് എന്താണോ അതായിരിക്കണം നമ്മൾ പേടിക്കേണ്ടത്. അത് MITന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിനെ കോൺട്രാഡിക്ട് ചെയ്തിട്ടുള്ള വേറെ റിസൾട്ട്സ് ഉണ്ടാവും. എക്സെപ്ഷൻസിനെ നമ്മൾ പ്രത്യേകിച്ച് ന്യൂസും സോഷ്യൽ മീഡിയയിലോട്ട് നമ്മൾ വേഗം ശ്രദ്ധിക്കും. അപ്പൊ അത് ഡിസ്കഷൻ ആവും. അതൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു. ഇപ്പം ഇതിൽ നമ്മൾ നേരത്തെ ആദ്യത്തിൽ പറഞ്ഞൊരു സാധനം, ടീച്ചേഴ്സിൻ്റെ പണി പോവോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളൊക്കെ ഒരു കൈൻഡ് ഓഫ് സാധനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലൈക്ക് ഞാനിപ്പം ടീച്ചേഴ്സിനെ AI പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളൊരു ടീച്ചറോട് ഇപ്പോൾ ലൈക്ക് ആള് അടുത്ത വർഷം റിട്ടയർഡ് ആവുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ ആളോട് ഞാൻ ആനിമിസ് കോഴ്സിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ആള് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് എടുത്തു, മകളുടെ നിർബന്ധപ്രകാരം കോഴ്സ് എടുത്തതാണ്. മകളും നമ്മുടെ സ്റ്റുഡൻ്റാണ്, നമ്മുടെ IFൻ്റെ നെറ്റിൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ആളുടെ നിർബന്ധപ്രകാരം കോഴ്സ് എടുത്ത് നിങ്ങൾ എന്താണെങ്കിലും പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചെടുപ്പിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ലൈക്ക് ആള് എവിടെ നിന്നൊക്കെയൊക്കെയോ ChatGPT എന്നുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്തതിൻ്റെ ശേഷം അത്യാവശ്യം നല്ല മാറ്റങ്ങൾ ലൈക്ക് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ പലപ്പോഴും ക്ലാസ് റൂമിലും സ്റ്റാഫ് റൂമിലൊക്കെ ഭയങ്കര സ്റ്റാറായി മാറിയിട്ടുണ്ടെന്നൊക്കെ ടീച്ചർ പറയാറുണ്ട്. അതെ, സ്റ്റാഫ് റൂമിൽ സ്റ്റാറാണ് പഠിപ്പിച്ചാണല്ലോ. അപ്പോൾ ടീച്ചർ പറയുന്നൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ടീച്ചർ നോർമലി ഈ രാത്രിയിലൊക്കെ ഇരുന്നിട്ടാണ് ഈ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള പിറ്റേന്നത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ലെസൺ പ്ലാനിങ്, പിറ്റേന്നത്തെ ക്ലാസ്സിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 12 മണിക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 1 മണി 2 മണി ആ ഒരു സമയം ഒക്കെ ആവുന്നതൊക്കെ തീരാണെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും സമയം എടുക്കും. 2 മണിക്കൂറൊക്കെ ചില സമയങ്ങൾ എടുക്കാറുണ്ട്. പുതിയ സിലബസ് ചേഞ്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാടാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നല്ല പണിയെടുത്തിട്ട് ചെയ്യുന്ന പല സംഗതികളും ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പം ഒരുപാട് കാര്യങ്ങളിൽ നമ്മളിപ്പോൾ ടഫായെന്ന് കാണുന്ന പല സംഗതികളും ഉണ്ടാവും. ഇപ്പം നമ്മൾ കുത്തിയിരുന്ന് ചെയ്യണമെന്ന് പറയുന്നത് അതൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഐക്ക് ചെയ്ത് തീർക്കാവുന്നതേ ഉണ്ടാവുള്ളൂ. നമ്മുടെ കപ്പാസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്നും കൂടെ കുട്ടികളെങ്ങനെ ഒരു ഹ്യൂമൻലി നേച്ചറോട് കൂടി ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക, അവരെങ്ങനെ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ നേരത്തെ പറഞ്ഞ ഒരു സ്കഫോൾഡർ ആവാൻ, ശരിക്കും ഒരു സ്കഫോൾഡർ ആവാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടീച്ച് ചെയ്തിട്ടുണ്ടല്ലോ, നമുക്ക് ആ 1 hour 2 hour എടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ടൈം വളരെ സിമ്പിളായിട്ടൊരു ചാറ്റ് GPT വിത്ത് ഗെയിം വിത്ത് സ്റ്റോറി ഇങ്ങനെ തരുമ്പോണ്ടല്ലോ, ബാക്കി വരുന്ന ആ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ 1 hour 2 hour ബാക്കി വരുന്ന ടൈം നല്ലൊരു ടീച്ചറാണെങ്കിൽ, ഇതിൽ എക്സൈറ്റഡ് ആണെങ്കിൽ എന്താ ചെയ്യാന്നറിയോ, നാളത്തെ ക്ലാസ്സിനെ അങ്ങോട്ട് വിഷ്വലൈസ് ചെയ്യും. നാളെ അവിടെ കൊടുക്കുന്ന ഒരു വാല്യൂ, അവരുടെ ത്രില്ലിങ് പോയിന്റ്, അതൊക്കെ അയാൾക്കും തിരിച്ചും കിട്ടുന്ന ഒരു റീഎൻഫോഴ്സ്മെന്റ് ആ ഇമോഷണൽ മൊമെന്റ്സ് ആയിരിക്കും ഒരു ടീച്ചർ ആവുമ്പോൾ. ഇത് ഈ ഡാറ്റ മെറ്റീരിയൽ മൊത്തം ഉണ്ടാക്കി കുത്തിന്ന് ടയർഡായിട്ട് കിടന്നുറങ്ങുന്നതിനേക്കാൾ ക്ലാസ് റൂമിനെ ഭംഗിയുള്ളതൊക്കെ ഈ സമയമാണ്. ഇപ്പം നമ്മൾ ഓഫീസ് വർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ വർക്കിലൊക്കെ അത്യാവശ്യം മെയിലുകൾ, അത്യാവശ്യം ഡാറ്റ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഒരു ഡേ ചെയ്യാനുണ്ടാവും. ഇത് ചെയ്യണത് ചാറ്റ് GPT അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ്, അത് ചാറ്റ് GPT ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആ ഒരു സമയം സ്ട്രാറ്റജിക് ഡെവലപ്മെന്റാണ് യൂസ് ചെയ്യുക. നമ്മളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാറ്റ് GPT ചെയ്യുന്ന പണി നമുക്ക് തരുന്ന സമയമാണ് നമ്മൾ അടുത്ത അഡ്വാൻസ് ലെവലിലേക്കുള്ള സാധനത്തിലേക്ക് എത്തുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. എത്ര അഡ്വാൻസ്ഡ് ആയിട്ടാണോ നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ അഡ്വാൻസ്ഡ് വർക്കിനെ ചാറ്റ് GPT ഏറ്റെടുത്താൽ അതിനേക്കാൾ അഡ്വാൻസ്ഡ് വർക്കിലേക്ക് നമ്മൾ കയറും. അതാണ് നമ്മുടെ സ്വഭാവം, അതാണ് മനുഷ്യന്മാരുടെ. കറക്റ്റാ. അതായത് ഈ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ മനുഷ്യന്മാരുടെ ഇന്റലിജൻസിനെ മിമിക് ചെയ്യുക എന്നുള്ളതാണ് എഐന്റെ പണി. ഓക്കെ, അപ്പോൾ മനുഷ്യന്മാർക്ക് ഓൾറെഡി ഈ ഒരു കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് കുറേ സംഗതികൾ ഈസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ വേറെ ഏതൊക്കെയോ ലെവലിൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇവിടെ ഒരുപാട് ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഹൈലി ഐക്യു ഉള്ള ആളുകളൊക്കെ ഉണ്ടാകുന്നതും ഉണ്ടാക്കപ്പെടുന്നതും ഒക്കെ അങ്ങനെ ആ ഒരു രീതിയിലാണ്. അപ്പൊ നമ്മുടെ വേറെ കുറെ സംഗതികൾ നമ്മൾ ചിലപ്പോൾ ഈസി ആക്കേണ്ടി വരും. അതിന് ചിലപ്പോൾ എഐ ഒരു മാർഗമായേക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളെ ഇല്ലാതാക്കാൻ കഴിയൂല. അതെ, അത് ചൂസ് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് അതും എങ്ങനെ അത് എക്സ്റ്റിങ്ഷൻ സംഭവിച്ചു. അതെങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതില്. ഓക്കെ, ഇതിപ്പോ ഈ പറയുന്ന രീതിയിൽ ആ ഒരു അവരുടെ റിസർച്ചിൽ കണ്ടതുപോലെ അതിൽ 80% ആളുകൾ ചെയ്തതുപോലെ ബ്രെയിൻ യൂസ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് ഇതിന്റെ പ്രോബ്ലം. ആലോചിച്ച് നോക്ക്, ചാറ്റ് GPT ആ പണിയെടുക്കേണ്ടി വെച്ചിട്ട് ബ്രെയിൻ വെറുതെ എങ്ങനെ മനുഷ്യന്മാർക്ക് കഴിയുന്നത്? എനിക്ക് ആലോചിച്ചിട്ട് നമുക്കൊക്കെ ഓഫീസിലൊക്കെ കുറച്ച് സമയം നമുക്ക് ഒരു ബ്ലാങ്ക് സ്പേസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മൈൻഡിൽ ഒരു ബ്ലാങ്ക് ഫീൽ ചെയ്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എനിക്കൊന്നും അതെ. പക്ഷെ എങ്ങനെ ആളുകൾക്ക് അത് ഉപയോഗിച്ചിട്ട് മേ ബി ഒരു എൻവയോൺമെന്റിൽ ഒരു സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് വർക്ക് ചെയ്തേക്കാം. അതല്ലാതെ മനുഷ്യകുലം മൊത്തം അങ്ങോട്ട് ഇല്ലാതായിട്ട് മാത്രമാകുന്ന ഒരു അവസ്ഥയൊന്നും. നമ്മൾ ബിഗിനിങ്ങിൽ പറഞ്ഞ സാധനമല്ല, അതായത് കുട്ടികൾ ആലോചിച്ചിട്ട് പാരൻസും ടീച്ചേഴ്സൊക്കെ കൺസേൺഡ് ആവുന്ന ഒരു കാര്യം. അപ്പോൾ ഈ പറഞ്ഞൊരു ലെവലിലാണെങ്കിൽ കുട്ടികൾ എന്താക്കാണ്, ഹോംവർക്കൊക്കെ ജസ്റ്റ് പ്രോംപ്റ്റിങ് അങ്ങോട്ട് കൊടുക്കുന്നു, സാധനം വാങ്ങിക്കുന്നു. ബട്ട് നെക്സ്റ്റ് ലെവലിനെ കുറിച്ചിട്ട് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഭയങ്കര എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ഫീലിംഗ് ആണ് വരുന്നത്. അതായത് മക്കളിപ്പം നമ്മളൊക്കെ പഠിച്ച പോലെ വരുന്നു, ഉറക്കുന്നു, ഹോംവർക്ക് എഴുതുന്നു, അടുത്ത ദിവസത്തേക്കുള്ളത് വെറുതെ വീട്ടിലുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഉറക്കം വായിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങും. അതൊക്കെ മാറിയിട്ട് മക്കള് അഡ്വാൻസ്ഡ് ആയിട്ട് ആലോചിക്കുന്നു. മിസ്സിനോട് അടുത്ത ദിവസം പോയിട്ട് എന്ത് ചോദിക്കാം, എന്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് അവരതിനെക്കുറിച്ചൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ, ജെ പി പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാധനം.
പക്ഷെ മേജർ പാർട്ട് എന്താ അറിയോ, എന്തോ വരുന്നുണ്ട്. കുട്ടികൾ ഈ ഹോംവർക്ക് ഒക്കെ ചെയ്യും, ആ. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്യും, എന്നിട്ട് അവർക്ക് ഫ്രീ ടൈം ഉണ്ടാവും. അവിടെ എന്തെങ്കിലും കൊടുക്കാൻ Yes. നമ്മളെ ടീച്ചേഴ്സിനും പാരന്റ്സിനും പറ്റണം. Yes. അപ്പൊ നമ്മള് ശരിക്കും ഏനല്ല പേടിക്കണ്ടേ, നമ്മുടെ ചെയ്തു വന്ന ശീലങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ എന്താ ആലോചിക്കുന്നു, കണ്ടുപിടിക്കുന്നു, ചെയ്യുന്നു. നമ്മൾ എഐന്റെ മാറ്റത്തിനെ കണ്ടിങ്ങനെ പേടിച്ചിരിക്കുന്നതിന് പകരം അതിനനുസരിച്ച് നമ്മുടെ കരിക്കുലവും വിദ്യാഭ്യാസവും പഠിപ്പിക്കുന്നതിന്റെ കോണ്ടന്റും ട്രാൻസ്ഫോം ചെയ്യാൻ റെഡിയാണോ എന്നുള്ളതാണ് ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നത്.